वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം. ഇടവം രാശിയിൽ വ്യാഴവും, മിഥുനൻ രാശിയിൽ കുജനും, കന്നി രാശിയിൽ കേതുവും, കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും, പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില. മാസത്തിൻ്റെ അവസാനം, അതായത് മാർച്ച് 29-ാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. മാസം മധ്യത്തോടുകൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള 2.25 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വിശദമായി പറയാം. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ ഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ്. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും, വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ വ്യാഴദശ, ശനിദശ, ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ്റെ അഷ്ടമഭാവസ്ഥിതി മുൻകോപവും പിടിവാശിയും അധികരിക്കും. കഠിനമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു. ദൈവാനുഗ്രഹമുള്ള സമയമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. തൻ്റെ ആധിക്യത്തെ മറ്റുള്ളവരോട് കാണിക്കാൻ ശ്രമിക്കും. കലകളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, ആഭരണ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയുമൊക്കെ വന്നു ചേരും. ഏതു പ്രവൃത്തി ചെയ്താലും അതിൽ കലാപരമായ കഴിവുകളൊക്കെ തെളിയിക്കും. നൃത്തം, സംഗീതം എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും. പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കും. മനസ്സിൽ ഉന്മേഷവും ഉണർവും ഒക്കെ വർദ്ധിക്കും. ആത്മീയപരമായ ചിന്തകൾ ഉണ്ടാകും. യോഗ, ധ്യാനം എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും. ദേഹാധ്വാനം തീരെ ഇഷ്ടപ്പെടുകയില്ല. കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഷെയർ മാർക്കറ്റിലൊക്കെ താല്പര്യം വർദ്ധിക്കും. സമൂഹത്തിൽ സൽപ്പേരും മന്ദസ്സുമൊക്കെ ഉയരും. ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ്. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ധരിക്കും. ചെയ്യുന്ന പ്രവൃത്തികളിൽ മനസ്സന്തോഷമുണ്ടാകും. പൂർവികരുടെ അനുഗ്രഹം നിറഞ്ഞൊരു സമയം തന്നെയാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. ഇവരുടെ ചിന്തയും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കും. ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ സുഖവും സന്തോഷവും അധികരിക്കും. വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതു കാര്യത്തിനു വേണ്ടിയായാലും സ്വന്തമായ പരിശ്രമമൊക്കെ കുറയും. മാതാവിൻ്റെ ആരോഗ്യനില അനുകൂലം തന്നെയാണ്. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. മാതാവിൻ്റെ വഴിയിലുള്ള പൂർവിക സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ വന്നു ചേരും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. സ്ത്രീ സുഹൃത്തുക്കൾ അധികരിക്കും. കടം കൊടുക്കൽ വാങ്ങൽ സമയം അനുകൂല നിലയിൽ കാണുന്നില്ല. സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. കർമ്മപരമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും. എങ്കിലും വരവിനേക്കാൾ ചെലവുകൾ അധികമുണ്ടാകുന്നൊരു മാസം തന്നെയാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും മംഗളകർമ്മങ്ങൾ നടത്തിവെക്കാനുള്ള അവസരങ്ങളുമൊക്കെ വന്നു ചേരും. ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും. പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് വരവിനേക്കാൾ ചെലവ് കൂടുതലുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ
ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.